ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വിച്ച് കേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ എങ്ങനെ ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പൊ കാൽക്കുലേറ്റർ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ പ്രോഗ്രാമിൽ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ മിക്കവാറും ഇത് സ്വിച്ച് കേസ് വെച്ച് ചെയ്യാനായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം എന്താണ്, നമുക്കിപ്പോ എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ രണ്ട് നമ്പർ വേണം അല്ലെ. അപ്പൊ രണ്ട് നമ്പർ ഞാൻ യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. എന്റർ ഫസ്റ്റ് നമ്പർ. നിങ്ങൾക്ക് മൂന്നോ നാലോ എത്ര നമ്പർ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോ രണ്ട് നമ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് കൺസോളിൽ നിന്ന് ഇൻപുട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്കാനറിന്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ശരിയല്ലേ? അപ്പൊ അല്ലാതെ നമുക്ക് ഇവിടെ വേണേ ഹാർഡ് കോഡ് ചെയ്ത് ഇന്റെ നമ്പർ ഈക്വൽ ടു 10 20 എന്ത് വേണേലും കൊടുത്തിട്ട് അത് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. പക്ഷെ അപ്പൊ നമുക്ക് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും വാല്യൂ നമ്മൾ ഈ കോഡിൽ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അല്ലാതെ കൺസോളിൽ നിന്ന് ഡയറക്റ്റ് ഇൻപുട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാനർ യൂസ് ചെയ്ത് ചെയ്യാം. ഇവിടെ സ്കാനറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് ഐ കൊടുത്തു. ഓക്കെ, ഇനി എന്താണ്, ഫസ്റ്റ് നമ്പർ വാങ്ങിക്കണം അല്ലെ. അപ്പോ ഇന്റ് നമ്പർ ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇന്റ് കൊടുത്തു. ഇനി എന്താണ്, നെക്സ്റ്റ് നമ്പർ വാങ്ങിക്കാം. എന്റർ സെക്കൻഡ് നമ്പർ കൊടുക്കുകയാണ്. എന്താണ്, സെക്കൻഡ് നമ്പർ വാങ്ങിക്കണം അല്ലെ. കോളൻ കൊടുക്കാം. ഇന്റ് num2 ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇന്റ്. അപ്പൊ ഞാൻ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഞാൻ യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന രണ്ട് ഇൻപുട്ട് ഇന്റിജർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നെക്സ്റ്റ് ഇന്റ് കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഫ്ലോട്ട് അങ്ങനെ എന്തെങ്കിലും നമ്പറാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ നെക്സ്റ്റ് ഫ്ലോട്ട്, മനസ്സിലായല്ലോ. ഇന്റിജർ തന്നെ വാങ്ങണമെന്നില്ല. ഞാനിപ്പോ എന്റെ എക്സാമ്പിൾ ഇന്റിജർ വെച്ച് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെ ഷോർട്ട് എങ്ങനെ വേണമെങ്കിലും പാസ് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ട് നമ്പർ ഞാൻ വാങ്ങിച്ചു. ഇത് എന്താണ്, ഈ രണ്ട് നമ്പറിനകത്താണ് നമുക്ക് ഈ കാൽക്കുലേറ്ററിന്റെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡഡ്, ഈ നാലെണ്ണമാണ് ഞാൻ സ്വിച്ച് കേസിൽ കാണിക്കുന്നത്. അപ്പോ ഏത് ഓപ്പറേഷൻ ആണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത്, അതായത് അഡീഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോ നമ്മൾ കൊടുക്കണം എന്റർ ഓപ്പറേഷൻ ടു ബി പെർഫോംഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുക്കാം. മൈനസ് ഇൻറ്റു സ്ലാഷ്. ഓക്കെ, ഇത്രയും കൊടുത്തു. ഇനി എന്താണ്, അപ്പൊ ഇതും നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് വായിക്കുകയാണ്. അതായത് അഡീഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ ഡിവിഷൻ ആണോ എന്നുള്ളത്. അപ്പൊ അതിന്റെ വാല്യൂ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്ട്രിംഗ് സിംബൽ തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഒരു വേരിയബിള് ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ സ്ട്രിംഗ് അല്ലേ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, കൊടുത്തു. അപ്പൊ നമ്മളിപ്പോ രണ്ട് നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ട് രണ്ട് വേരിയബിളില്. പിന്നെ നമ്പറിൽ എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടതെന്നും വാങ്ങി സിംബൽ എന്ന് പറഞ്ഞ വേരിയബിളിൽ വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സ്വിച്ച് കേസ് എഴുതേണ്ടത്. സ്വിച്ചിനകത്ത് ഞാൻ മുമ്പേ ഇതിന്റെ സിൻടാക്സ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നു, സ്വിച്ചിന്റെ അകത്ത് ബ്രാക്കറ്റിൽ നമ്മൾ എന്താ കൊടുക്കുക, വേരിയബിൾ ടു ബി ടെസ്റ്റഡ്, അതാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ സ്വിച്ചിനകത്ത് എന്താണ് കൊടുക്കേണ്ടത്, നമ്മുടെ സിംബല്, അതായത് സിംബല് പ്ലസ് ആണെങ്കിൽ ഇന്നത് ചെയ്യണം, മൈനസ് ആണെങ്കിൽ ഇന്നത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇന്നത് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇതിനകത്ത് പാസ് ചെയ്യേണ്ടത്, സിംബൽ. കാരണം എന്താണ്, ആ നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷന്റെ വാല്യൂ ഏതിനകത്താണ്, സിംബലിലാണ്, ശരിയല്ലേ. അപ്പോ സിംബൽ കൊടുക്കും. ഓക്കെ, ഇനി ബ്രാക്കറ്റിനകത്ത് ഓരോ കേസ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ കൊടുക്കുകയാണ് കേസ്. കേസിന്റെ അകത്ത് എന്താണ് കേസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഡബിൾ കോട്സിന്റെ അകത്ത് ഫസ്റ്റ് കേസ് എന്താണ്, അഡീഷൻ ആണെങ്കിൽ അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഈ 4 കേസാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഫസ്റ്റ് കേസ്, അതായത് നമ്മൾ പാസ് ചെയ്യുന്ന സ്വിച്ചിനകത്ത് ഒരു സിംബൽ അല്ലേ പാസ് ചെയ്തത്. അപ്പൊ ആ പാസ് ചെയ്ത് വന്ന സിംബൽ പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അഡീഷൻ ചെയ്യണം അല്ലെ. അപ്പൊ ഇന്റ് സം എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് num1 പ്ലസ് num2. ഓക്കെ, രണ്ട് വേരിയബിളും ആഡ് ചെയ്തു. ഇനി എന്താണ്, ആ റിസൾട്ട് നമ്മൾ പ്രിന്റ് ചെയ്യണമല്ലോ. അപ്പൊ കൊടുക്കുകയാണ് sysout സം ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ അസം പ്രിന്റ് ചെയ്യാം.
ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ 2 വേരിയബിൾ. അപ്പൊ ഫസ്റ്റ് കേസ് ഇപ്പൊ നമ്മളപ്പോ 2 നമ്പർ വാങ്ങിയിട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത് പ്ലസ് എന്നാണ് നമ്മൾ കൺസോളിൽ കൊടുത്തെങ്കിൽ അത് ഈ കേസിനകത്ത് കയറും. കാരണം എന്താ, കേസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ അത് മാത്സ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഈ 2 നമ്പർ കൂടെ ആഡ് ചെയ്തിട്ട് അത് പ്ലസ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് കേസ് കഴിഞ്ഞു. ഈ ഫസ്റ്റ് കേസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ നെക്സ്റ്റ് കേസിലും പോകണ്ട. കാരണം ഒരു സമയത്ത് ഒരു ക്യാരക്ടറിലെ നമ്മൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അല്ല, ഒരു സിമ്പിൾ അല്ല എൻ്റർ ചെയ്ത് കൊടുക്കത്തുള്ളൂ. അപ്പൊ ഒരു മാച്ച് കണ്ടു കഴിഞ്ഞ് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഓക്കെ, അഡീഷൻ മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ നമുക്ക് സബ്ട്രാക്ഷൻ. അപ്പൊ എന്താണ്, കേസ് മൈനസ് കൊടുക്കുക. ഓക്കെ, മൈനസ് കൊടുത്തിട്ട് ഇന്റ് subtraction equal to num1 minus num2 ചെയ്തു. ഓക്കെ, ഇനി ഔട്ടിന്റെ അകത്ത് ഡിഫറൻസ് കൊടുക്കാം. ഈസ് സബ്. ഓക്കെ, അത് കൊടുത്തു. ഇനി എന്താണ്, ബ്രേക്ക് ചെയ്യണം അല്ലെ, അവിടുന്ന് കൊടുത്തു. ഇനി എന്താണ് നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത്, മൾട്ടിപ്ലിക്കേഷൻ. കേസ് ഡബിൾ കോട്സിന്റെ അകത്ത് മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു. എന്നിട്ട് ഒരു വേരിയബിൾ എന്നിവയിൽ കൊടുക്കുകയാണ്, ഈക്വൽ ടു num1 into num2. ഓക്കെ, കൊടുത്തു. ഇനി അത് പ്രിന്റ് ചെയ്യണം അല്ലെ. ഔട്ടിന്റെ അകത്ത് product is മനസ്സിലായല്ലോ. മൾട്ടിപ്ലിക്കേഷന്റെ ഇനി എന്താണ്, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണം. ഇനി എന്താണ് നമ്മുടെ ലാസ്റ്റ് കേസ്, ഡിവിഷൻ. ശരിയല്ലേ? അപ്പോ കേസ് സ്ലാഷ് ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇന്റ് division equal to num1 by num2. ഓക്കെ, കൊടുത്തു. ഇനി ഔട്ടിന്റെ അകത്ത് സോറി വേണേ നമുക്ക് quotient എന്ന് കൊടുക്കാം. quotient is കൊടുത്തു. എന്താണ്, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ 4 കേസും പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓപ്പറേഷൻസ് ഇവിടെ ഇതുപോലെ കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊന്നും അല്ലാത്ത കേസ്, നമ്മൾ യൂസറുടെ ഇത് വാങ്ങിക്കുമ്പോൾ ഈ 4 അല്ലാത്തൊരു കേസാണ് യൂസർ കൊടുക്കുന്നതെങ്കിൽ അപ്പൊ നമ്മൾ പറയണല്ലോ. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് എഴുതുന്നത് ഡീഫോൾട്ട്. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പ്രിന്റ് ചെയ്യണം അത് ഇൻവാലിഡ് ആണ്. ഇൻവാലിഡ് സിമ്പിൾ പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഈ 4 കേസ് അല്ലാത്ത എന്തെങ്കിലും കേസ് യൂസർ കൊടുക്കുകയാണെങ്കിൽ ഈ 4 കേസിലും അത് എൻ്റർ ചെയ്യില്ല. ശരിയല്ലേ? ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇത് പ്രിന്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോ ഇത് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുക, ഇത് സേവ് ചെയ്യാണ്. ഫസ്റ്റ് ഞാൻ ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പർ ചോദിക്കും, നമ്പർ കൊടുക്കും. സെക്കൻഡ് നമ്പർ ചോദിക്കും, നമ്പർ കൊടുക്കും. അത് കഴിഞ്ഞ് ഏത് ഓപ്പറേഷൻ ആണെന്ന് ചോദിക്കും, കൊടുക്കും. അത് സിമ്പിളിനകത്ത് സേവ് ആവും. അപ്പൊ ഞാനിപ്പോ അഡീഷൻ ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിനകത്ത് എന്ത് വരും, പ്ലസ് എന്നുള്ള വാല്യൂ വരും. ഓക്കെ, അഡീഷൻ ആണ് കൊടുത്തതെങ്കിൽ. അപ്പൊ ഈ സ്വിച്ച് കേസിനകത്ത് കയറും. സ്വിച്ച് കേസിനകത്ത് കയറുമ്പോൾ ആദ്യത്തെ കേസ് നോക്കും. ഈ സിമ്പിൾ എന്ന് പറഞ്ഞത് പ്ലസ് ആണെങ്കിൽ, അപ്പൊ ഞാൻ എന്തായാലും പാസ് ചെയ്ത പ്ലസ് ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ num1 num2 കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് പ്രിന്റ് ചെയ്യും സം എന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ, ഇനിയിപ്പൊ ഞാൻ സ്ലാഷ് ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്, സിമ്പിളിനകത്ത് വരും. കേസ് പ്ലസ് ആണോ എന്ന് നോക്കി, അല്ല, അപ്പൊ അവിടെ കയറില്ല. നെക്സ്റ്റ് മൈനസ് ആണോ എന്ന് നോക്കി, അല്ല, അവിടെ കയറില്ല. അടുത്ത സ്റ്റാർ ആണോ നോക്കി, അല്ല, അവിടെ കയറില്ല. ലാസ്റ്റ് കേസ് നോക്കി, അപ്പൊ സ്ലാഷ് ആണ്. അപ്പൊ എന്ത് പറ്റും, അത് നമ്മൾ ഡിവിഷൻ ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇതൊന്നും അല്ലാത്തൊരു കേസ്, ഞാനിപ്പോ വെറുതെ വല്ല കോമയോ അങ്ങനെ എന്ത് വേണമെങ്കിലും, കാരണം നമ്മൾ കൊടുക്കുന്നതാണല്ലോ ഇതിനകത്ത് സേവ് ആവുന്നത്. ഈ 4 അല്ലാത്ത ഞാൻ വെറുതെ ഒരു കോമയോ വേറെ എന്തെങ്കിലും ക്യാരക്ടറോ കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ ഫസ്റ്റ് കേസിൽ നോക്കും, പ്ലസ് അല്ല, മൈനസ് അല്ല, സ്റ്റാർ അല്ല, സ്ലാഷ് അല്ല. എന്താണ്, ഇതൊന്നും അല്ലാത്ത കേസിൽ വരുമ്പം ഇവിടെ വന്നിട്ട് ഇൻവാലിഡ് സിമ്പിൾ എന്ന് പ്രിന്റ് ചെയ്യും.
മനസ്സിലായല്ലോ. അപ്പൊ ഞാനിതൊന്ന് റൺ ചെയ്യാണ്. കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം. ഫസ്റ്റ് നമ്പർ ഞാൻ 2 കൊടുത്തു, സെക്കൻഡ് നമ്പർ 3 കൊടുത്തു. അപ്പൊ ഏത് ഓപ്പറേഷൻ ആണ് കൊടുക്കേണ്ടത്? ഞാൻ പ്ലസ് കൊടുത്തു. സം ഈസ് 5 എന്ന് വന്നു. ഓക്കെ, ഇനി ഇപ്പൊ എനിക്കിപ്പോ ഇത് വീണ്ടും റൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്, വീണ്ടും റണ്ണാസ് കൊടുക്കും, ജാവ ആപ്ലിക്കേഷൻ കൊടുക്കും. എന്റെ ഫസ്റ്റ് നമ്പർ 34, സെക്കൻഡ് നമ്പർ 21. ഇനി എന്താണ്, ഞാന് പ്രോഡക്റ്റ് കൊടുക്കുകയാണ് ഇൻഡു. ഇപ്പൊ എന്താണ്, പ്രോഡക്റ്റ് എത്ര അത് കാണിക്കും. അപ്പൊ വീണ്ടും ഇത് റൺ ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ റൺ ആപ്ലിക്കേഷൻ കൊടുക്കണം. നമുക്ക് അങ്ങനെയല്ല, ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ആദ്യത്തെ രണ്ടാമത്തെ നമ്പർ വാങ്ങിയിട്ട് അതിന്റെ റിസൾട്ട് കാണിച്ചു, വീണ്ടും ചോദിക്കണം നമുക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേന്ന്. ഓക്കെ, നമുക്ക് യൂസറുടെ കയ്യിൽ നിന്ന് ചോദിക്കാം. അതായത് ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും ചെയ്ത് നമ്മൾ പാസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് യൂസറിനോട് ചോദിക്കാം നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന്. കണ്ടിന്യൂ ചെയ്യാമെന്ന് യൂസർ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ ചോദിക്കണം. കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ഇത് സ്റ്റോപ്പ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതപ്പോ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡു വൈൽ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഇത്രയും കോഡ്, അതായത് മെയിൻ ഫംഗ്ഷനകത്ത് എഴുതിയിരിക്കുന്ന ഫുൾ കോഡ് ഇത്രയും ഞാനിപ്പോ ഇവിടുന്ന് കട്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്കിത് ഡു വൈലിനകത്ത് കൊടുക്കാം. ഡു കൊടുത്തിട്ട് ഈ ബ്രാക്കറ്റിന്റെ ഡു ലൂപ്പിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ആവുമല്ലോ, അവിടെയാണ് നമ്മൾ വൈൽ കൊടുക്കേണ്ടത്. സെമിക്കോളൻ. വൈലിനകത്താണ് നമ്മൾ കണ്ടീഷൻ പറയുന്നത്. എന്നിട്ട് നമ്മളിപ്പോ കാൽക്കുലേറ്ററിന്റെ കൊടുത്ത അത്രയും കോഡും നമ്മൾ ഡു ലൂപ്പിനകത്ത് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ വൈലിനകത്ത് പറഞ്ഞു കൊടുക്കാം. അതായത് യൂസർ നോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, എസ് ആണ് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ വീണ്ടും യൂസറിനോട് ഇൻപുട്ട് ചോദിക്കണം. അങ്ങനെ രീതിയിൽ നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യിക്കാം. ഓക്കെ, കണ്ടീഷൻ നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് യൂസറിന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ച് കേസിന്റെ വെളിയിൽ കൊടുക്കുകയാണ് പ്രസ് എസ് ടു കണ്ടിന്യൂ ആൻഡ് എൻ ടു സ്റ്റോപ്പ്. അപ്പൊ നമ്മള് യെസ് കൊടുത്താൽ കണ്ടിന്യൂ ആവും, എന്ന് കൊടുത്താൽ സ്റ്റോപ്പ് ആവും. അപ്പൊ ഇത് യെസ് ആണോ നോ ആണോ എന്നുള്ള വാല്യൂ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അപ്പൊ അത് ഈ ഡു ലൂപ്പിന്റെ പുറത്ത് വന്നിട്ട് ഞാനൊരു സ്ട്രിങ് കൊടുക്കുകയാണ്. സ്ട്രിങ് എസ് ആണോ നോ ആണോ എന്നല്ലേ, അപ്പൊ വൈ എൻ എന്നൊരു പേര് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് വൈ എൻ ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് വൈ എൻ ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് കൊടുത്തു. അപ്പൊ നെക്സ്റ്റ് കൊടുത്താൽ മതി കേട്ടോ. കൊടുത്തു. അപ്പൊ എന്താണ്, നമ്മളോട് ചോദിക്കും എസ് ആണോ നോ ആണോ എന്ന്. ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആവും നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ എസ് എന്നുള്ള വാല്യൂ വൈ എൻ സ്റ്റോർ ആവും, നോ ആണ് കൊടുത്തെങ്കിൽ എൻ എന്നുള്ള വാല്യൂ സ്റ്റോർ ആവും. ഇനി നമ്മൾ കൊടുക്കണം എന്താണ്, വൈ എൻ ഡോട്ട് ഈക്വൽസ് യെസ് ആണെങ്കിൽ മാത്രം ഇത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് കണ്ടീഷൻ പറയുന്നത്. അതായത് ഡു പാർട്ടിനകത്തുള്ള കോഡ് എപ്പോഴൊക്കെ എക്സിക്യൂട്ട് ആവണം, ഈ വൈ ന്റെ വാല്യൂ വൈ ആയിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഫസ്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ റിപ്പീറ്റ് പറയാണ്, ഡു വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം എന്താണോ കിടക്കുന്നത് അത് എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് ആയി കഴിഞ്ഞിട്ട് അതിന്റെ ഇപ്പൊ നമ്മൾ 2 നമ്പർ വാങ്ങി, പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്പൊ അതെന്താണ് ഈ കേസിൽ കയറും അല്ലെ, ഇൻഡു ആണ് നമുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് അതിന്റെ പ്രോഡക്റ്റ് പ്രിന്റ് ആവും. എന്നിട്ട് ഈ സ്വിച്ച് കേസിന് വെളിയിൽ വന്നിട്ട് ചോദിക്കും ഇത് കണ്ടിന്യൂ ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ എന്ന്. അപ്പൊ നമ്മൾ എസ് കൊടുത്താൽ വീണ്ടും ഇത് എക്സിക്യൂട്ട് ആവും, നോ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് സ്റ്റോപ്പ് ആവും. മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഇത് റൺ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് നമ്പർ കൊടുത്തു 21, സെക്കൻഡ് നമ്പർ കൊടുത്തു 43. എനിക്ക് ഇതിന്റെ പ്രോഡക്റ്റ് ആണ് കാണേണ്ടത്, ഞാൻ ഇൻഡു കൊടുത്തു. അപ്പൊ 903 വന്നു. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് എസ് ടു കണ്ടിന്യൂ എൻ ടു സ്റ്റോപ്പ്, എനിക്ക് കണ്ടിന്യൂ ചെയ്യണോന്ന്. അപ്പൊ ഞാൻ എസ് കൊടുത്തു. എസ് കൊടുത്തപ്പോ വീണ്ടും എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പൊ വീണ്ടും എനിക്ക് അഡീഷൻ ആണ് ചെയ്യേണ്ടത്, കൊടുത്തു. വീണ്ടും എന്നോട് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വൈ ടു കണ്ടിന്യൂ എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ വൈ ആണെങ്കിൽ മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. നിങ്ങൾ സ്മോൾ വൈ ആണ് യൂസർ കൊടുത്തതെന്ന് വിചാരിക്കുക. സ്മോൾ വൈ കൊടുത്തപ്പോ ഇത് സ്റ്റോപ്പായി. അങ്ങനെ പറ്റത്തില്ലല്ലോ. ഇപ്പൊ നമ്മൾ എസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ക്യാപിറ്റലിൽ കൊടുക്കാം, നമ്മൾ സ്മോളിൽ കൊടുക്കാം, ശരിയല്ലേ? അപ്പൊ ക്യാപിറ്റൽ വൈ ആണെങ്കിലും സ്മോൾ വൈ ആയാലും ഇത് എക്സിക്യൂട്ട് ചെയ്യണം.
നമുക്ക് വേണമെങ്കിൽ yn ഡോട്ട് ഈക്വൽസ് ടു ഇങ്ങനെ കൊടുക്കാം, ഓർ yn ഡോട്ട് ഈക്വൽസ് നമുക്കിവിടെ സ്മോൾ y എന്ന് കൊടുക്കാം. അപ്പൊ അതായത് ഈ y ആണെങ്കിലും ഈ y ആണെങ്കിലും ഇത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് കൊടുക്കാതെ ഇതിന് വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്റർ എക്ലിപ്സ് ആണ്. അതിനകത്ത് ഇപ്പൊ നിങ്ങൾ ഈക്വൽസ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കൺട്രോൾ സ്പേസ് അടിച്ചു കൊടുത്താൽ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്, ഈക്വൽസ് ഇഗ്നോർ കേസ്. അത് കൊടുക്കാൻ മതി. ഈക്വൽസ് ഇഗ്നോർ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ്, അതായത് അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ എന്നൊന്നും നോക്കില്ല, അത് കേസ് ഇഗ്നോർ ചെയ്യും. അതായത് ഇവിടെ നമ്മളിപ്പോ ക്യാപിറ്റൽ വൈ കൊടുത്താലും സ്മോൾ വൈ കൊടുത്താലും നമ്മൾ എന്താണോ കൊടുത്തത് അതിന്റെ കേസ് നോക്കാതെ അത് എക്സിക്യൂട്ട് ചെയ്യും. അതായത് അതിന്റെ വാല്യൂ മാത്രമേ അത് ചെക്ക് ചെയ്യത്തുള്ളൂ. വൈ ആണോ എന്നേ അത് നോക്കത്തുള്ളൂ. ക്യാപിറ്റൽ വൈ ആണോ സ്മോൾ വൈ ആണോ എന്ന് നോക്കത്തില്ല. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ക്യാപിറ്റൽ വൈ ആയാലും സ്മോൾ വൈ ആയാലും ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ എന്ത് കൊടുത്താലും വിഷയമില്ല. കാരണം എന്താ, നമ്മളിവിടെ ഈക്വൽസ് ഇഗ്നോർ കേസ് എന്നല്ലേ കൊടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിവിടെ ഇപ്പൊ സ്മോൾ വൈ കൊടുക്കാം, എന്നിട്ട് നമുക്ക് ക്യാപിറ്റൽ വൈ യൂസറിന് കൊടുത്ത് നോക്കാം. അപ്പൊ നമ്മളിത് റൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പർ 1, സെക്കൻഡ് നമ്പർ 2, എന്റർ ഓപ്പറേഷൻ ഞാൻ അഡീഷൻ കൊടുത്തു, സം 3. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് കൊടുത്തത്, സ്മോൾ വൈ അല്ലേ കൊടുത്തത്. അപ്പൊ നേരത്തെ കേസിൽ ഈക്വൽ സ്മോൾ വൈ എന്ന് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ വൈ കൊടുത്താൽ അത് എടുക്കില്ലായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഇഗ്നോർ കേസ് കൊടുത്തു. അപ്പൊ നമ്മളിപ്പോ ക്യാപിറ്റൽ വൈ കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു, അതെടുത്തു. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഇങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഇനി അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് yn ഡോട്ട് ഈക്വൽസ് എന്ന് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നെങ്കിൽ ഒരു ഓർ കണ്ടീഷൻ ഇട്ടിട്ട് ക്യാപിറ്റൽ വൈയുടെയും കൂടെ കൊടുക്കുക. രണ്ട് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈക്വൽസിന് പകരം ഈക്വൽസ് ഇഗ്നോർ കേസ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഓർ ഇട്ടിട്ട് yn ഡോട്ട് ഈക്വൽസ് ക്യാപിറ്റൽ വൈ എന്ന് കൊടുത്താൽ മതി. ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ 32 കൊടുത്തു, 9 കൊടുത്തു. ഞാനിവിടെ ഇപ്പോ പ്രോഡക്റ്റ് അല്ല ഡിവൈഡ് കൊടുക്കുകയാണ്. ഇനിയിപ്പോ n കൊടുക്കാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ സ്റ്റോപ്പായി. മനസ്സിലായല്ലോ? അപ്പോൾ ഡു വൈലിന്റെ യൂസേജ് മനസ്സിലായല്ലോ? ഡു വൈലിന്റെ യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് കണ്ടീഷൻ നമുക്ക് വൈൽ സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞു കൊടുക്കാം. ആ സ്റ്റോപ്പ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ അത് സ്റ്റോപ്പ് ആകത്തുള്ളൂ. അല്ലാത്ത കേസിലെല്ലാം ഇത് എക്സിക്യൂട്ട് ആവും. സിമ്പിൾ ആണ് കാൽക്കുലേറ്റർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.